ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാമത്തെ അധ്യായമായ കർമ്മ സന്യാസ യോഗത്തിലെ 23-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് 24-ാമത്തെ ശ്ലോകത്തെ കുറിച്ചാണ് പറയുന്നത്. 23-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ശക്നോതി ഹൈവയസ്സോടും പ്രാക് ശരീര വിമോക്ഷണാത് കാമക്രോധോത്ഭവം വേഗം സയുക്ത സുഖീനര. അപ്പോൾ ആരാണ് യോഗി, അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ സുഖത്തെ അനുഭവിക്കുന്നത് എന്നാണ്. അതായത് ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ കാമക്രോധങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്ഷോഭത്തെ ആരാണോ അതിക്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ ക്ഷോഭത്തെ ആർക്കാണോ ജയിക്കുവാൻ സാധിക്കുന്നത്, അയാളെ യുക്ത യോഗി എന്നും യഥാർത്ഥ സുഖത്തെ അനുഭവിക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്കുമാണ്. അപ്പോൾ കാമക്രോധാദികളിൽ നിന്നുള്ള ക്ഷോഭം, അതിനെ നിയന്ത്രിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ അത് അത്യധികം അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ജീവനെ കൊണ്ടു ചെന്നെത്തിക്കുന്നു. ഇതാണ് നമ്മൾ 23-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അതിനെ അതിക്രമിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്നത് യോഗിയെന്നും, അയാളാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ സുഖത്തെ, അക്ഷയമായിട്ടുള്ള സുഖത്തെ, എപ്പോഴും നിലനിൽക്കുന്ന സുഖത്തെ, ആ സുഖത്തെ പ്രാപിക്കുവാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ആളുകൾക്കാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞത്. ഇവിടെ 24-ാമത്തെ ശ്ലോകം, യോം ദസുഖോ അന്തരാരാമ സ്തദാന്തർജ്യോതിരേവയാ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോ അധിഗച്ഛതി. യോ അന്തസുഖോ അന്തരാരാമം എന്നാണ്. യോ അന്തസുഖം. അന്തസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാലെ സുഖിക്കുന്നവൻ, മനസ്സുകൊണ്ട് എന്ന് പറയുമ്പോൾ ആത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കാണേണ്ടത്. ആത്മാവിലെ സുഖത്തെ അനുഭവിക്കുന്നവൻ, അതാണ് അന്തസുഖ, ഉള്ളിലുള്ള സുഖത്തെ അനുഭവിക്കുന്ന വ്യക്തി, മനസ്സാലെ സുഖിക്കുന്നവൻ, അല്ലെങ്കിൽ അന്തരാളമായിട്ടുള്ള ആത്മാവിൽ സുഖത്തെ, അക്ഷയമായ സുഖത്തെ അനുഭവിക്കുന്നവൻ. അന്തരാരാമ, ഉള്ളിൽ രമിക്കുന്നവൻ, ഉള്ളിൽ അവനവൻ്റെ ഉള്ളിലുള്ള സുഖത്തെ അറിഞ്ഞ് ആ സുഖമാണ് യഥാർത്ഥ സുഖം എന്ന് മനസ്സിലാക്കി അതിൽ രമിക്കുന്നവൻ. അങ്ങനെ അന്തസുഖ അന്തരാരാമ, മനസ്സാലേ സുഖിക്കുകയും ഉള്ളിൽ രമിക്കുകയും ചെയ്യുന്നത്. വളരെ വലിയ മഹാത്മാക്കളെയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അവരുടെ നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാവിനെയൊക്കെ കുറിച്ച് പറയുന്ന സമയത്ത് എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം, സദാ ആനന്ദമഗ്നമായിട്ടുള്ള ഒരു ശാരീരികമായിട്ടുള്ള പ്രകൃതം, ഫ്ലെക്സിബിളായിട്ടുള്ള അവസ്ഥ, അക്ഷോഭ്യമായ അവസ്ഥ, ഇതൊക്കെ മഹാത്മാക്കളിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മനസ്സാലെ സുഖിക്കുന്നു. അതായത്
ഉള്ളിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആത്മാവിൽ നിന്നുള്ള സുഖത്തെ ആത്മാവ് കൊണ്ട് അറിഞ്ഞ് ആത്മാവ് കൊണ്ട് അതിൽ രമിക്കുന്നു. അപ്പോൾ ഉള്ളിൽ രമിക്കുകയും അതുപോലെ തന്നെ സുഖിക്കുകയും ചെയ്യുന്ന, അപ്പോൾ യാതൊരുവനാണോ ഉള്ളിൽ ഉള്ള സുഖത്തെ അനുഭവിക്കുകയും ആ സുഖത്തിൽ രമിക്കുകയും ചെയ്യുന്നത്, തഥാ അപ്രകാരം അന്തർജ്യോതി ഏവ യോ അന്തസുഖോ അന്തരാരാമം തഥാ അന്തർജ്യോതിരേവ എന്നാണ്. അപ്പോൾ അന്തർജ്യോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള പ്രകാശം, അകത്ത് വെളിച്ചമുള്ളവൻ. നമ്മൾ ദീപമൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ദീപം അത് പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ്? അതൊരു സിമ്പലാണ്. വീട്ടിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ ദീപം ഒരു സിമ്പലാണ്. എന്തിൻ്റെ സിമ്പലാണ്? ഉള്ളിലുള്ള പ്രകാശത്തിൻ്റെ സിമ്പൽ. അതായത് നമ്മൾ ഒരു ദീപത്തെ ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ദീപത്തെ കാണുമ്പോൾ ആ ദീപത്തിൽ നോക്കിക്കൊണ്ട് കണ്ണുകളടച്ച് നേരെ ആ ദീപത്തെ നമ്മുടെ ഉള്ളിലേക്ക്, ഹൃദയാന്തർഭാഗത്തേക്ക് കൊണ്ടുവന്ന് ആ ദീപത്തെ അവിടെ പ്രജ്വലിപ്പിച്ച് ആ പ്രകാശം ആ ശരീരം മുഴുവൻ നിറയുന്ന ഒരവസ്ഥ, ആ ഉള്ളിലുള്ള ആ ദീപത്തിൽ നിന്നുള്ള പ്രകാശം ശരീരത്തിലാകമാനം നിറയുമ്പോൾ നമ്മുടെ ന്യൂറോ സിസ്റ്റം പൂർണ്ണമായിട്ട് ആക്റ്റീവാകുന്നു എന്നുള്ളതാണ് ആചാര്യന്മാർ പറയണത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തിൻ്റെ ഒരു പ്രതിബിംബം മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൊളുത്തുന്ന അല്ലെങ്കിൽ വീട്ടിലൊക്കെ കൊളുത്തുന്ന ദീപം. അപ്പോൾ യഥാർത്ഥത്തിൽ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിൽ പ്രകാശം നിറയണം. നമ്മുടെ ഉള്ളിലുള്ള ദീപത്തെ നമ്മൾ ഓർക്കണം. ആ നമ്മുടെ ഉള്ളിലുള്ള ദീപത്തെ കാണണം, അതിനെ ദർശിക്കണം. അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ പ്രോജ്വലമായിട്ടുള്ള അവസ്ഥ, ആ പ്രകാശമയമായിട്ടുള്ള അവസ്ഥ അതിനെ കാണണം. അപ്പോൾ അകത്ത് വെളിച്ചമുള്ളവൻ ആരാണോ ആകുന്നത്, അപ്പോൾ അകത്ത് വെളിച്ചമുണ്ടാവണമെങ്കിൽ എന്താ ഉണ്ടാവണം? മനസ്സിലെ സുഖം, മനസ്സിൻ്റെ അതായത് ഉള്ളിലുള്ള സുഖത്തെ അറിയണം. ആ ഉള്ളിലുള്ള സുഖത്തെ അറിഞ്ഞുകൊണ്ട് ആ സുഖത്തിൽ രമിക്കണം. ആ സുഖത്തിൽ രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അങ്ങനെ അകത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് ഒരു പ്രകാശമയമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ ആ ആത്മപ്രകാശത്തെ ആരാണോ കാണുന്നത് സ യോഗി, ആ യോഗി ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാൽ മോക്ഷം, മുക്തി, ഇതൊക്കെയാണ്. ബ്രഹ്മനിർവാണം ഭവിച്ചിട്ട് ബ്രഹ്മഭൂത അധിഗച്ഛതി മോക്ഷത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാലും ആ ബ്രഹ്മത്തെ, യഥാർത്ഥ അറിവിനെ അറിഞ്ഞുകൊണ്ട് മോക്ഷതലത്തിലേക്ക് ഉയരുക. അങ്ങനെ മോക്ഷതലത്തിലേക്ക് ഉയരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രകാശം നിറയണം. ആ പ്രകാശം ഉള്ളിൽ നിറയണമെങ്കിൽ ഉള്ളിലുള്ള സുഖത്തെ അറിയണം. ഉള്ളിലുള്ള സുഖത്തെ അറിയുക എന്നുള്ളത് മാത്രമല്ല, ആ സുഖത്തിൽ പൂർണ്ണമായി രമിക്കണം. ഇങ്ങനെ ആ യോഗിക്ക് മോക്ഷപദത്തെ പ്രാപിക്കുവാൻ ബ്രഹ്മഭൂത അധിഗച്ഛതി, മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ്. മോക്ഷത്തിൽ എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ മുക്തിയെ പ്രാപിക്കുവാൻ അല്ലെങ്കിൽ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. നമസ്തേ.